ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസീസ് മാജിക് കിച്ചൺ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാ പത്തിരിയാണ്. അതിനു വേണ്ടി 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, വറുത്ത് പൊടിച്ച അരിപ്പൊടി. ഒരു 3 ടേബിൾ സ്പൂൺ മൈദ, 1 മുട്ട, ഒരു 1/4 കപ്പ് തേങ്ങ. ഈ തേങ്ങയും മൈദ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു ദോശയുടെ പരുവത്തിൽ വേണം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 1 കപ്പ് അരിപ്പൊടി എന്ന് പറയുമ്പോൾ 250 ml കപ്പിലോട് അളന്നിട്ടാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളവും കൂടെ എടുത്ത് വേണം. ഇതാണ് കറക്റ്റ് അളവ് അരയ്ക്കാൻ മിക്സിയിൽ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒരു പാൻ എടുക്കാം. ഒരു ദോശ പാനിൽ ചുട്ടെടുക്കാം. ഇനി പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ദോശ ചുടുന്നത് പോലെ ഓരോന്ന് ചുട്ടെടുക്കുക. പാൻ ചൂടായിട്ട് ഞാൻ ഒരു കറി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ, അടി കരിയരുത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. പത്തിരി നല്ല മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പത്തിരി ചുട്ടെടുക്കാം. നമുക്കിത് തിരിച്ചിടാം. ഇതിലേക്ക് കുറച്ച് എള്ള്, ജീരകം, ചുവന്നുള്ളിയൊക്കെ ചേർത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇതിനകത്ത് പ്ലെയിനായിട്ടാണ് ചേർത്തത്. നമുക്കിതെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഏത് കറി, മീൻ കറി ആയിരുന്നാലും ചിക്കൻ കറി, ഏത് കറി, വെജിറ്റബിൾ കറി ആയിരുന്നാലും ഏത് കറിയുടെ കൂടെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.